പി.വി. അൻവർ മൂന്നാം അംഗത്തിന് നിലമ്പൂരിൽ വീണ്ടും ഇറങ്ങുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മുഖ്യ എതിരാളി പിണറായിസമോ അതോ സതീശനിസമോ എന്നത്. ഇതിൽ അൻവർ ഉയർത്തിയ ഏത് നിലപാടാണ് വിജയം കാണുക എന്നതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അൻവറിൻ്റെ ഏത് നിലപാടിനെതിരെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പിണറായിസത്തിനെതിരെ പോരാട്ടമെന്ന മുദ്രാവാക്യം വിളിച്ചാണ് അൻവർ മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞ് MLA സ്ഥാനം രാജിവെച്ച് ഇടതു ക്യാമ്പ് വിട്ടത്. പിന്നീട് UDFിലേക്ക് ചേക്കേറാനുള്ള ശ്രമമായി. ഒടുവിൽ അതും നടന്നില്ല. UDFിൻ്റെ വാതിലടഞ്ഞപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് ഹിറ്റ്ലറിസമാണെന്നും VD സതീശന് ഹിറ്റ്ലറിൻ്റെ രൂപമാണെന്നും പറഞ്ഞ് സതീശനസത്തിനെതിരായ പോരാട്ടമെന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഒടുവിൽ പി.വി. അൻവർ. നിലമ്പൂരിൽ നിന്ന് അൻവറിനത് നിയമസഭയിലേക്കുള്ള മൂന്നാം അംഗമാണ്. 2 തവണ വിജയം കൈക്കലാക്കി. മൂന്നാമത് വിജയിക്കാൻ തന്നെയാണ് അൻവറിൻ്റെ വാശി. 2 തവണയും ഇടതുണ്ടായിരുന്നു കൂടെ. പക്ഷേ ഇത്തവണ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കായാലും അൻവറിന് രാഷ്ട്രീയം കളിക്കാനറിയാം. രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയാം. കൂടെ നിലമ്പൂരിൻ്റെ മനസ്സും അറിയാം. ആ ബലത്തിലാണ് മൂന്നാം അംഗത്തിന് കളത്തിലിറങ്ങുന്നത്. സ്വന്തം പടവെട്ടിയാണ് അൻവർ രാഷ്ട്രീയ രംഗത്ത് നിൽപ്പുറപ്പിച്ചത്. ഇപ്പോഴത്തെ നിലപാടുകൾ അബദ്ധമായെന്ന് വിമർശനമുണ്ടെങ്കിലും അവയെ മറികടക്കാനുള്ള കൗശലങ്ങളും അൻവറിൻ്റെ പക്കലുണ്ടാകും. ഏറനാട്ടിലെ കോൺഗ്രസ് നേതാവായിരുന്ന PV ഷൗക്കത്ത് അലിയുടെ മകനായ പി.വി. അൻവർ കോൺഗ്രസ് പ്രവർത്തകനായാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. കുറച്ചുകാലം പൊതുപ്രവർത്തനം വിട്ട് ബിസിനസ്സിലേക്ക് ചുവടുമാറി. പിന്നീട് കാണുന്നത് 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറനാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ്. ഒരു സ്വതന്ത്രനായി രംഗത്തിറങ്ങിയ അൻവർ ആ തിരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയെ പിന്നിലാക്കി രണ്ടാമതെത്തി. പിന്നീട് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി വയനാട് മണ്ഡലത്തിൽ ജനവിധി തേടി. ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാഞ്ഞിട്ടും വലിയ വോട്ട് അൻവർ കൈക്കലാക്കി. ഈ 2 തിരഞ്ഞെടുപ്പുകളിലായി അൻവർ ഏറനാട്ടിലും നിലമ്പൂരിലും അടിത്തറ പാകപ്പെടുത്തി. നിലമ്പൂർ ഏറനാട് മേഖലകളിൽ CPMന് ജനസ്വാധീനമുള്ള നേതാവില്ലാത്ത സാഹചര്യം കൂടി അനുകൂലമായതോടെ നിലമ്പൂരിലെ ആര്യാടൻ മേൽക്കോയ്മയെ തകർക്കാൻ കോൺഗ്രസുകാരനായ അൻവറിനെ CPM കൂടെ കൂട്ടി. അങ്ങനെ നിലമ്പൂരിൽ 2016 LDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെതിരെ CPM രംഗത്തിറക്കി. ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചിരുന്ന മണ്ഡലത്തിൽ അൻവർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അൻവർ ഇടതു സ്വതന്ത്രനായി തിളങ്ങി നിൽക്കുന്ന സമയം. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊന്നാനി പിടിച്ചെടുക്കാൻ CPM അൻവറിനെ ചുമതലപ്പെടുത്തി. പരാജയപ്പെട്ടുവെങ്കിലും അൻവർ എന്ന ഇടതു സ്വതന്ത്രനെ നിലമ്പൂരിൽ വീണ്ടും CPM രംഗത്തിറക്കി. 2021 കടുത്ത മത്സരം നടന്ന നിലമ്പൂരിൽ VV പ്രകാശിനെ പരാജയപ്പെടുത്തി വീണ്ടും അൻവർ നിയമസഭയിലെത്തി. ഇടത് MLA എന്ന നിലയിൽ എല്ലാ ഘട്ടത്തിലും പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും പിന്തുണച്ചു പോന്നു. പാർട്ടിക്ക് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയും സമൂഹ മാധ്യമങ്ങളിൽ തുറന്ന പോര് തന്നെ അൻവർ നടത്തി. CPM സൈബർ പോരാളികൾ കടന്നൽ രാജ എന്നെല്ലാം അൻവറിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ തള്ളിപ്പറഞ്ഞ് ഇടതിൽ നിന്ന് പുറത്തു പോന്നു. പിന്നീടാണ് അൻവറിൻ്റെ രാഷ്ട്രീയ ടെസ്റ്റുകൾ. രാഷ്ട്രീയ ഇടം തേടി ആദ്യം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ അടുത്തെത്തി. പക്ഷേ ഇടം നൽകിയില്ല. ഇതിനിടെ ചേലക്കരയിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥി മത്സരത്തിനെത്തി. ഫലം വന്നപ്പോൾ അൻവർ ഇഫക്റ്റ് എന്ന ചർച്ചയ്ക്ക് ഇടം നൽകുന്ന രീതിയിലുള്ള വോട്ട് അവിടെ കണ്ടില്ല. പിന്നീടാണ് മമതാ ബാനർജിയിലെത്തുന്നത്. തൃണമൂൽ കോൺഗ്രസ് വഴി UDF പ്രവേശനം ലക്ഷ്യമിട്ടു. അതിനായി UDF നേതാക്കളെ കണ്ട് നിരന്തരം ആവശ്യമുന്നയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വീണ്ടും സമ്മർദ്ദതന്ത്രവുമായി UDF പ്രവേശനാവശ്യം അൻവർ ശക്തമാക്കി. ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറഞ്ഞതോടെ UDF പ്രവേശനം വിലങ്ങുതടിയായി. സ്ഥാനാർത്ഥിക്കെതിരായ നിലപാട് മാറ്റാൻ തയ്യാറാകാതെ വന്നതോടെ UDFിൻ്റെ വാതിൽ പൂർണ്ണമായും അൻവറിന് മുന്നിൽ അടഞ്ഞു. മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ അൻവർ മണിക്കൂറുകൾ കഴിഞ്ഞ് നിലപാടുകൾ തിരുത്തി നിലമ്പൂരിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നു. K-File ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.